മക്കള് വലുതായി വരുമ്പോ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ താല്പര്യം അവർക്കൊരു നല്ല ജീവിത പങ്കാളിയെ കിട്ടുക എന്നുള്ളതാ. നവീന ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ തന്നെ നവീന് കിട്ടി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം ആവാറായി. ഇതിനിടയ്ക്ക് നിങ്ങൾ ഇണങ്ങിയിട്ടുമുണ്ട്, പിണങ്ങിയിട്ടുമുണ്ട്. പക്ഷേ നിങ്ങൾ ഇതുവരെ ഒരു ജീവിതം ആരംഭിച്ചിട്ടില്ല. ഇണക്കവും പിണക്കവും ഒക്കെ ഏത് വിവാഹബന്ധത്തിലും ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ കാര്യത്തില് അത് കുറച്ച് കൂടുതലായിപ്പോയി. രണ്ടുപേരും 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ അമ്മ ഒരു കാര്യം പറയാം. ഇപ്പൊ ഗാഥമോളുടെ പെരുമാറ്റം എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാ. ആ സന്തോഷം എന്റെ മോന്റെ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാം. ഇനി നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്കൊരു ഉറപ്പ് തരാൻ പറ്റില്ലേ? ഗാഥ, തന്നോട് അമ്മ ചോദിച്ചേ, അതിന്റെ മറുപടി എന്താന്ന് പറ. ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന, എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഈ ഗാഥ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഗാഥയ്ക്ക് എന്നോട് പിണങ്ങാൻ കഴിയില്ല. ഒരാളെ വേദനിപ്പിക്കുന്ന പോലെ സംസാരിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ എന്നും എന്നോട് നിൽക്കാൻ പറ്റത്തില്ലേ? അയ്യോ മോളെ, മോളെ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ അമ്മ ഒന്നും പറഞ്ഞതല്ല. അമ്മയ്ക്ക് നിന്നോട് ഒരു വിഷമവും ഇല്ല. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴും ഇങ്ങോട്ട് വരാതെ നിന്നപ്പോഴും ഒക്കെ അമ്മ നിത്യേന നിനക്ക് വേണ്ടി 2 നേരം പ്രാർത്ഥിക്കുമായിരുന്നു. മോള് മനസ്സ് മാറി തിരിച്ചു വരണമെന്ന് തന്നെയാ അമ്മ ആഗ്രഹിച്ചിരുന്നത്. ഇവനോട് ചോദിച്ചു നോക്ക്. ഒരിക്കൽ പോലും നിനക്കൊരു കുറ്റമുണ്ടെന്ന് അമ്മ നവീനോട് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗാഥ, ചുറ്റുള്ളവരൊക്കെ കൂടി തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോഴും അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മോളുടെ മനസ്സ് മാറും, അവൾ നന്നായി എന്നും നിന്റെ കൂടെ ജീവിക്കുമെന്ന് മാത്രം. നമുക്ക് ഒരുമിച്ച് അമ്മയ്ക്ക് വാക്ക് കൊടുക്കാം, ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. എന്താ? എന്നോട് വാക്ക് പറയലും സത്യം ചെയ്യലും ഒന്നും വേണ്ട. നിങ്ങളുടെ 2 പേരുടെയും മുഖത്ത് നോക്കുമ്പോ ഒരു പുഞ്ചിരി കണ്ടാ മതി. അമ്മയ്ക്ക് നിങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റും. ആ പിന്നെ നാളെ 2 പേരും ഒന്ന് റെഡിയായി എന്റെ കൂടെ വരണം. എങ്ങോട്ട്? എങ്ങോട്ടാണെന്ന് ഇപ്പൊ ചോദിക്കണ്ട. നമുക്ക് 3 പേർക്കും കൂടി ഒരു സ്ഥലത്ത് പോണം. അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും കൂടിയാ മോളെ. നമുക്ക് പോണം കേട്ടോ. ഞാൻ ഓക്കെ. നാളെ അമ്മ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് നടക്കട്ടെ, അല്ലേ ഗാഥ? മോൾക്ക് സമ്മതമല്ലേ? ഞാൻ വരാം. പോണം. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയാ നാളെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്.